അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാധാനവും കാരുണ്യവും നിങ്ങളിൽ എന്നും വർഷിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ജീവിതമെന്ന യാത്രയുടെ അവസാനം നമ്മൾ എവിടെയാണ് ചെന്നു നിൽക്കുക എന്ന്? സ്വർഗത്തിനും നരകത്തിനുമിടയിൽ ഒരു മതിലുണ്ട്, ഒരു ഉയരം കൂടിയ പ്രദേശം. അവിടെ നിൽക്കുന്ന ചിലരുണ്ട്. അവർക്ക് സ്വർഗത്തിലേക്ക് നോക്കാം, നരകത്തിലേക്ക് നോക്കാം. അവരാരാണ്? എന്താണ് അവരുടെ അവസ്ഥ? ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ചിന്തോദ്ദീപകവുമായ സൂറത്തുകളിലൊന്നായ സൂറത്തുൽ അഅറാഫ് നൽകുന്ന ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു വെറും ചരിത്രമല്ല പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന്റെ ഒരു മാപ്പാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇനി എങ്ങോട്ട് പോകണം എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു വഴികാട്ടി. നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പ്രകാശവും ഇരുട്ടും പടച്ചു. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ക്രമീകരിച്ചു. എന്നിട്ട് അവൻ ഭൂമിയിൽ നമുക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കി. അല്ലാഹു ഈ സൂറത്തിൽ ചോദിക്കുന്നതിതാണ്: ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമൊരുക്കിത്തന്നു, അവിടെ നിങ്ങൾക്ക് ജീവിത വിഭവങ്ങളും നൽകി. എന്നിട്ടും വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി, ഇതെല്ലാം ആ വലിയ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. പക്ഷേ മനുഷ്യൻ തന്റെ അഹങ്കാരത്തിൽ ഇതിനെയെല്ലാം മറന്നുപോകുന്നു. അവിടുന്ന് അല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ പഴയ കഥയാണ്, മനുഷ്യവംശത്തിന്റെ ആദ്യ കഥ. ആദമും ഇബ്ലീസും, അഹങ്കാരത്തിന്റെ ആദ്യ വീഴ്ച. അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. എല്ലാവരും സുജൂദ് ചെയ്തു, ഒരാളൊഴികെ, ഇബ്ലീസ്. അല്ലാഹു അവനോട് ചോദിച്ചു, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നിന്നെ തടഞ്ഞതെന്താണ്? എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതിരുന്നത്? അവിടെയാണ് ഇബ്ലീസ് തന്റെ നാശത്തിന് കാരണമായ ആ വാചകം പറഞ്ഞത്. അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, നീ എന്നെ അഗ്നിയിൽ നിന്നും അവനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. നോക്കൂ, അഹങ്കാരം, ഞാൻ എന്ന ഭാവം. ഈ ആധുനിക കാലത്തും നമ്മുടെ വീഴ്ചകളുടെ പ്രധാന കാരണം ഈ അഹങ്കാരമല്ലേ? മറ്റൊരാളേക്കാൾ ഞാൻ വലിയവനാണെന്ന തോന്നൽ, എന്റെ വംശം, എന്റെ പണം, എന്റെ അറിവ്, ഇതൊക്കെ നമ്മെ അന്ധരാക്കുന്നു. ഇബ്ലീസ് ആ അഹങ്കാരം കാരണം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷെ അവനൊരു കാര്യം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു: എനിക്ക് മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ സമയം നൽകണം. അല്ലാഹു അതനുവദിച്ചു. അന്നവൻ പറഞ്ഞ ഒരു വെല്ലുവിളിയുണ്ട്, അതിന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. ഞാൻ അവരുടെ മുൻപിലൂടെയും പിൻപിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും വരും. അവരിൽ ഭൂരിഭാഗം പേരെയും നന്ദിയുള്ളവരായി നീ കാണുകയില്ല. സുഹൃത്തുക്കളെ, ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധം നമ്മെ നന്ദികെട്ടവരാക്കുക എന്നതാണ്. നമ്മൾ പരാതി പറയാൻ തുടങ്ങുമ്പോൾ, ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താത്തപ്പോൾ നമ്മൾ ഇബ്ലീസിന്റെ വലയിൽ വീഴുകയാണ്. ആദമിനെയും ഹവ്വയെയും അവൻ എങ്ങനെയാണ് ചതിച്ചത്? അവർക്കെല്ലാം നൽകിയിരുന്നു. ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ ഇബ്ലീസ് വന്ന് അവരോട് പറഞ്ഞു, ഈ മരത്തിലെ കനി കഴിച്ചാൽ നിങ്ങൾ മലക്കുകളാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശാശ്വതരായി വസിക്കുമെന്ന്. ഒരു നിമിഷത്തെ മോഹം, ഒരു നിമിഷത്തെ തെറ്റായ ചിന്ത. അവർ ആ കനി ഭക്ഷിച്ചു. ഉടനെ അവരുടെ നഗ്നത വെളിവായി. അവർ ലജ്ജിതരായി. അവർ തോട്ടത്തിലെ ഇലകൾ കൊണ്ട് ശരീരം മറയ്ക്കാൻ ശ്രമിച്ചു. അല്ലാഹു അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഇത് വിലക്കിയിരുന്നില്ലേ എന്ന്? പക്ഷേ ഇബ്ലീസിനെപ്പോലെ അഹങ്കരിക്കുകയല്ല ആദം നബി ചെയ്തത്. അവിടെയാണ് ഒരു വിശ്വാസിയും അഹങ്കാരിയും തമ്മിലുള്ള വ്യത്യാസം. ആദം നബി ഉടനെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പൊറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിലായി പോകും. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. തെറ്റുകൾ സംഭവിക്കാം, കാരണം നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ അല്ലാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഇതുവരെ നമ്മൾ മനുഷ്യന്റെ തുടക്കത്തെക്കുറിച്ചും അഹങ്കാരത്തിന്റെ അപകടത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഇനി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട മനുഷ്യരോട് അല്ലാഹുവിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 4 തവണ അല്ലാഹു ഈ സൂറത്തിൽ യാ ബനി ആദം എന്ന് വിളിക്കുന്നുണ്ട്. ആ ആഹ്വാനങ്ങൾ എന്തൊക്കെയാണ്?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ അഅറാഫിൽ 4 തവണ അല്ലാഹു നമ്മെ യാ ബനി ആദം എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. അല്ലാഹു നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതുപോലെ തോന്നും ഈ വരികൾ വായിക്കുമ്പോൾ. ഒന്നാമത്തെ വിളി, ലജ്ജയും വസ്ത്രവും. അല്ലാഹു പറയുന്നു, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവും അലങ്കാരത്തിനുള്ള വസ്ത്രവും നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ തഖ്വയാകുന്ന അഥവാ ദൈവഭക്തിയാകുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് വസ്ത്രമെന്നത് കേവലം ഒരു ഫാഷൻ മാത്രമാണ്. എന്നാൽ അല്ലാഹു ഇവിടെ വസ്ത്രത്തെ നമ്മുടെ ആത്മാവിന്റെ ശുദ്ധിയുമായി ബന്ധിപ്പിക്കുന്നു. വസ്ത്രം ശരീരത്തെ മറയ്ക്കുന്നു, എന്നാൽ തഖ്വ നമ്മുടെ ഹൃദയത്തെ പാപങ്ങളിൽ നിന്നു മറയ്ക്കുന്നു. നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുക, അത് നിങ്ങളുടെ അന്തസ്സാണ്. ആദമിന്റെ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാച് നിങ്ങളെയും വശീകരിക്കാതിരിക്കട്ടെ. നമ്മുടെ ശത്രുവിനെക്കുറിച്ച് അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അവൻ അദൃശ്യനാണ്. അവൻ നമ്മുടെ രക്തത്തിൽ സഞ്ചരിക്കുന്നു. നമ്മെ മടിയന്മാരാക്കാൻ, ദേഷ്യം പിടിപ്പിക്കാൻ, നന്മയിൽ നിന്ന് അകറ്റാൻ അവൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്, അവൻ നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കവനെ കാണാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കുക. അല്ലാഹു പറയുന്നു, ആദമിന്റെ മക്കളെ, എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അത് അമിതമാകരുത്. തീർച്ചയായും അമിത വ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, ഇസ്ലാം എന്നത് വെറും പ്രാർത്ഥനകൾ മാത്രമല്ല, അത് നമ്മുടെ ഭക്ഷണശീലത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നം അമിത ആഹാരവും ഭക്ഷണത്തിന്റെ ദുർവ്യയവുമാണ്. ആരോഗ്യകരമായി ജീവിക്കാനും മിതത്വം പാലിക്കാനും ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മോട് പറഞ്ഞു. നാലാമത്തെ വിളി, പ്രവാചകന്മാരെ പിന്തുടരുക. ആദമിന്റെ മക്കളെ, നിങ്ങളിൽ നിന്ന് തന്നെ എന്റെ ദൂതന്മാർ വരികയും എന്റെ വചനങ്ങൾ വിവരിച്ചു തരികയും ചെയ്താൽ ആർ സൂക്ഷ്മത പാലിക്കുന്നുവോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ജീവിതത്തിൽ സമാധാനം വേണോ? എങ്കിൽ അല്ലാഹുവിന്റെ ദൂതന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുക. ആ വഴിയിലൂടെ പോകുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും പേടിക്കാനൊന്നുമില്ല. ഇനി നമുക്കീ സൂറത്തിന്റെ പേരിന് കാരണമായ ആ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണ് അഅറാഫ്? പരലോകത്ത് വിചാരണ കഴിഞ്ഞു. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക് പോയി, മറ്റൊരു വിഭാഗം നരകത്തിലേക്കും. എന്നാൽ ഈ 2 സ്ഥലങ്ങൾക്കുമിടയിൽ ഒരു ഉയർന്ന മതിലോ കുന്നിൻ പ്രദേശമോ ഉണ്ട്. അതിനെയാണ് അഅറാഫ് എന്ന് വിളിക്കുന്നത്. അവിടെ ചിലരാളുകൾ നിൽക്കുന്നുണ്ട്. അവരാരാണെന്നറിയാമോ? അവരുടെ ജീവിതത്തിലെ നന്മകളും തിന്മകളും തുല്യമായിരിക്കും. ഒരു നന്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാമായിരുന്നു. ഒരു തിന്മ കുറഞ്ഞിരുന്നെങ്കിൽ അവർ അവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അവർ സ്വർഗ്ഗവാസികളെ നോക്കുമ്പോൾ സലാം പറയും. അവിടെ പ്രവേശിക്കാൻ അവർ കൊതിക്കും, പക്ഷേ അവർക്കതിന് അനുവാദം ലഭിച്ചിട്ടില്ല. അവർ നരകവാസികളെ കാണുമ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ ഈ അക്രമികളോടൊപ്പം ആക്കരുതേ എന്ന്. ഇതൊരു വലിയ പാഠമാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുക. ഒരു ചെറിയ നന്മ മതിയാകും നമ്മെ ആ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ. ഒരു ചെറിയ പാപം മതിയാകും നമ്മെ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ തടഞ്ഞു നിർത്താൻ. നിസ്സാരമെന്ന് കരുതി ഒരു നന്മയും ഉപേക്ഷിക്കരുത്. ഒരു പുഞ്ചിരിയോ ഒരാളെ സഹായിക്കുന്നതോ പോലും നാളെ വലിയ രക്ഷയാകും. ആറാഫിനെക്കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു ചരിത്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം. ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹം 950 വർഷം തന്റെ ജനതയെ ഉപദേശിച്ചു. പക്ഷേ അവർ പരിഹസിച്ചു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ അഹങ്കാരം കാണിച്ചു. ഒടുവിൽ പ്രളയം വന്നു. സത്യവിശ്വാസികൾ കപ്പലിൽ രക്ഷപ്പെട്ടു, അല്ലാത്തവർ മുങ്ങി മരിച്ചു. അടുത്തത് ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ചെന്നത് ആദ് സമുദായത്തോടാണ്. അവർ ശാരീരികമായി വലിയ കരുത്തരായിരുന്നു. മലകളിൽ അവർ വലിയ വീടുകൾ പണിതു. തങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഹൂദ് നബി പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെടുക. അവർ അത് കേട്ടില്ല. ഒടുവിൽ ഒരു വലിയ കാറ്റ് വന്ന് അവരെ നിഷ്പ്രഭമാക്കി. നമ്മുടെ ശരീരത്തിന്റെ കരുത്തോ സമ്പത്തോ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തില്ല. തുടർന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ചെന്നത് സമൂദ് ഗോത്രത്തോടാണ്. അവരുടെ ആവശ്യപ്രകാരം അല്ലാഹു ഒരൊട്ടകത്തെ ഒരു പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഒരത്ഭുതം. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. അവർ ആ ഒട്ടകത്തെ കൊന്നു. 3 ദിവസത്തിനുള്ളിൽ അവർ നശിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ,
ഈ കഥകളിലെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ട്. അല്ലാഹു നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു, അടയാളങ്ങൾ കാണിച്ചു തരുന്നു. പക്ഷേ അഹങ്കാരം കൊണ്ട് നമ്മൾ അത് കാണാതെ പോകുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ പരീക്ഷണങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഓരോ അടയാളങ്ങളാണ്. അടുത്ത ഭാഗത്ത് നമുക്ക് ശുഐബ് നബി അലൈഹിസലാം, മൂസാ നബി അലൈഹിസലാം എന്നിവരുടെ ജീവിതത്തിലെ ബഹവബന്ധുമായ കഥകളിലേക്ക് പോകാം. അല്ലാഹു എങ്ങനെയാണ് വലിയ ശത്രുക്കളെപ്പോലും നിസ്സാരമായി തോൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മദ്യൻ എന്ന ദേശത്താണ്. അവിടെ അല്ലാഹു അയച്ചത് ശുഐബ് നബി അലൈഹിയെയാണ്. അദ്ദേഹത്തിന്റെ ജനത വെറും വിഗ്രഹാരാധകർ മാത്രമായിരുന്നില്ല, മറിച്ച് കച്ചവടത്തിൽ വലിയ ചതി നടത്തുന്നവരായിരുന്നു. അളവിലും തൂക്കത്തിലും അവർ കുറവ് വരുത്തുമായിരുന്നു. ശുഐബ് നബി അലൈഹി അവരോട് പറഞ്ഞു, നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കുക. ജനങ്ങൾക്ക് നൽകേണ്ട സാധനങ്ങളിൽ കുറവ് വരുത്തരുത്. ഭൂമിയിൽ നന്മയുണ്ടായതിനു ശേഷം അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നമ്മുടെ ഈ കാലഘട്ടത്തിലും ഈ പാഠം എത്ര പ്രസക്തമാണ്. ബിസിനസ്സിലും ജോലിയിലും കാണിക്കുന്ന സത്യസന്ധതയാണ് ഒരു വിശ്വാസിയുടെ അടയാളം. മറ്റൊരാളെ ചതിച്ചു സമ്പാദിക്കുന്ന പണത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവില്ല. പക്ഷെ അവർ ശുഐബ് നബിയെ പരിഹസിച്ചു. നിങ്ങ ഈ നമസ്കാരമാണോ ഞങ്ങളുടെ സ്വത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്നവർ ചോദിച്ചു. ഒടുവിൽ ഒരു വലിയ ഭൂകമ്പം അവരെ പിടികൂടി. അവർ തങ്ങളുടെ വീടുകളിൽ ചത്തടിഞ്ഞു വീണു. സൂറത്തുൽ ആറാഫിൽ ഏറ്റവും ദീർഘമായി പ്രതിപാദിക്കുന്നത് മൂസാ നബി അലൈഹിയുടെ ചരിത്രമാണ്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ സന്തതികളെ രക്ഷിക്കാൻ അല്ലാഹു മൂസായെ നിയോഗിച്ചു. അദ്ദേഹം അഹങ്കാരിയായ ഫിറൌനിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൂതനാണ്. ഫിറൌൻ ചോദിച്ചു, നീ സത്യവാനാണെങ്കിൽ വല്ല അടയാളവും കൊണ്ടുവരൂ. മൂസാ നബി അലൈഹി തന്റെ വടി നിലത്തിട്ടു. അത്ഭുതം! അതൊരു വലിയ പാമ്പായി മാറി. അദ്ദേഹം തന്റെ കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്തു. അത് കാണുന്നവർക്ക് വെളുത്ത പ്രകാശമായി തിളങ്ങി. പക്ഷെ ഫിറൌൻ ഇതിനെ വെറും മന്ത്രവാദമായി കണ്ടു. അവൻ നാട്ടിലെ ഏറ്റവും വലിയ മന്ത്രവാദികളെ വിളിച്ചുകൂട്ടി. ആ വലിയ സദസ്സിൽ വെച്ച് മന്ത്രവാദികൾ അവരുടെ കയറുകളും വടികളും നിലത്തിട്ടു. ജനങ്ങളുടെ കണ്ണുകളിൽ അവ പാമ്പുകളെപ്പോലെ തോന്നിപ്പിച്ചു. എന്നാൽ മൂസാ നബി അലൈഹി തന്റെ വടി താഴെയിട്ടപ്പോൾ അതാ മന്ത്രവാദികളുണ്ടാക്കിയ സർവ്വ കപടതകളെയും വിഴുങ്ങിക്കളഞ്ഞു. അവിടെ വെച്ച് സത്യം വെളിപ്പെട്ടു. മന്ത്രവാദികൾ തിരിച്ചറിഞ്ഞു, ഇത് മന്ത്രവാദമല്ല, ഇത് ദൈവീകമാണ്. അവർ അല്ലാഹുവിന് സുജൂദിൽ വീണു പറഞ്ഞു, ഞങ്ങൾ ലോകരക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫിറൌൻ അവരെ ഭീഷണിപ്പെടുത്തി, അവരുടെ കൈകാലുകൾ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കുലുങ്ങിയില്ല. സത്യം മനസ്സിലാക്കിയ ഒരു ഹൃദയത്തെ ഭയപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല. പരീക്ഷണങ്ങളുടെ 9 അടയാളങ്ങൾ. ഫിറൌനും കൂട്ടരും അഹങ്കാരം തുടർന്നപ്പോൾ അല്ലാഹു അവർക്ക് പലതരം പരീക്ഷണങ്ങൾ നൽകി. കൃഷിനാശം, വെട്ടുകിളികൾ, പേൻ ശല്യം, തവളകൾ, കുടിക്കുന്ന വെള്ളം രക്തമായി മാറുന്ന അവസ്ഥ, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അടയാളങ്ങൾ വന്നു. ഓരോ തവണയും അവർ മൂസാ നബിയോട് പറയും, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൂ, ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷെ ആപത്ത് നീങ്ങിക്കഴിയുമ്പോൾ അവർ പഴയപടിയാവും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാറില്ലേ? ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കും. അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ അശ്രദ്ധയിലേക്ക് മടങ്ങിപ്പോകും. അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത് നമ്മെ നന്നാക്കാനാണ്, ശിക്ഷിക്കാനല്ല. ഫിറൌനിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ കടന്ന ഇസ്രായേൽ സന്തതികൾക്ക് പോലും പരീക്ഷണങ്ങളുണ്ടായിരുന്നു. അവർക്കുവേണ്ടി അല്ലാഹു മേഘങ്ങളെ തണലാക്കി, മന്നു സൽവ എന്ന ഭക്ഷണം നൽകി, കല്ലിൽ നിന്ന് അവർക്ക് വെള്ളം നൽകി. എന്നിട്ടും അവർ നന്ദികെട്ടവരായി. മൂസാ നബി അലൈഹി അല്ലാഹുവിനോട് സംസാരിക്കാൻ സീനായി പർവ്വതത്തിലേക്ക് പോയ സമയത്ത് അവരൊരു സ്വർണ്ണ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. മനുഷ്യമനസ്സിന്റെ ചഞ്ചലത നോക്കൂ. എത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ തെറ്റിലേക്ക് വീണു. ഇവിടെ അല്ലാഹു ഒരു സുപ്രധാന കാര്യം പറയുന്നുണ്ട്. മൂസാ നബി ചോദിച്ചു, ഞാൻ എന്റെ ജനതയോട് എന്തു പറയണം? അല്ലാഹു മറുപടി പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. എന്നാൽ എന്റെ കാരുണ്യം അഥവാ റഹ്മത്ത് സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ്. സൂറത്തുൽ ആറാഫിൽ ഏറ്റവും വലിയ പ്രത്യാശ ഈ വചനമാണ്. നിങ്ങൾ എത്ര വലിയ തെറ്റു ചെയ്താലും അല്ലാഹുവിന്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ്. നിങ്ങൾ മടങ്ങാൻ തയ്യാറാണോ? എങ്കിൽ അല്ലാഹുവിന്റെ വാതിൽ തുറന്നുകിടക്കുകയാണ്. തീർച്ചയായും ഈ ആത്മീയ യാത്രയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സൂറത്തുൽ ആറാഫ് എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് എന്ന് നോക്കാം.
സൂറത്തുൽ ആറാഫിൽ വളരെ നിഗൂഢവും എന്നാൽ അതിപ്രധാനവുമായൊരു രംഗം അല്ലാഹു വിവരിക്കുന്നുണ്ട്. ആദം നബിയുടെ മുതുകിൽ നിന്ന് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു പുറത്തെടുത്ത ഒരു നിമിഷം. നമ്മളെല്ലാവരും അവിടെയുണ്ടായിരുന്നു. അന്ന് അല്ലാഹു നമ്മോടൊരു ചോദ്യം ചോദിച്ചു: അലസ്തുബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ? നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു: ഖാലു ബല ഷഹിദ്ന, അതെ, ഞങ്ങളതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കരാർ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിലുണ്ട്. അതുകൊണ്ടാണ് ഏത് വലിയ നിരീശ്വരവാദിയും ഒരു വലിയ അപകടം വരുമ്പോൾ അറിയാതെ ദൈവത്തെ വിളിച്ചുപോകുന്നത്. നമ്മൾ അല്ലാഹുവിനെ അറിയുന്നവരാണ്, പക്ഷെ ദുനിയാവിലെ തിളക്കം കണ്ട് നമ്മളത് മറന്നുപോയി. നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് ആരും പരാതി പറയാതിരിക്കാനാണ് അല്ലാഹു ഈ കരാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ച്, അഥവാ അസ്മാ ഉൽ ഹുസ്നയെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിനെ ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. അതിനാൽ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ യാ റഹ്മാൻ എന്ന് വിളിച്ച് അവന്റെ കാരുണ്യം തേടുക. ഉപജീവനത്തിന് മുട്ടുണ്ടാകുമ്പോൾ യാ റസ്സാഖ് എന്ന് വിളിക്കുക. തെറ്റുകൾ ഭാരമാകുമ്പോൾ യാ ഗഫൂർ എന്ന് വിളിക്കുക. അല്ലാഹു നമ്മെ കേൾക്കാൻ അത്രമേൽ ആഗ്രഹിക്കുന്നു. ഈ സൂറത്ത് അവസാനിക്കുന്നത് അതിമനോഹരമായൊരു ഉപദേശത്തോടു കൂടിയാണ്. ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. നമ്മുടെ വീടുകളിൽ ഇന്ന് ഖുർആൻ വെറുമൊരു ശബ്ദമായി ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുപോരാ. ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്. അത് കേൾക്കുമ്പോൾ ഹൃദയം കൊണ്ട് കേൾക്കുക. ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ അനുവദിക്കുക. സൂറത്തുൽ ആറാഫ് അവസാനിക്കുന്നത് ഒരു സുജൂദോടുകൂടിയാണ്. അല്ലാഹുവിന്റെ മുൻപിൽ വിനയാൻവിതനായി തലകുനിക്കുന്ന വിശ്വാസി. സൂറത്തുൽ ആറാഫ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സന്തുലിത ജീവിതമാണ്. നമ്മുടെ തുടക്കം മണ്ണിൽ നിന്നാണെന്നും അന്ത്യം അല്ലാഹുവിലേക്കാണെന്നും ഓർക്കുക. ഇബ്ലീസിനെപ്പോലെ അഹങ്കാരിയാകാതെ ആദം നബിയെപ്പോലെ വിനയാൻവിതനാവുക. ആറാഫിലെ ആളുകളെപ്പോലെ പകുതി വഴിയിൽ നിൽക്കാതെ നന്മകൾ ചെയ്ത് സ്വർഗാവകാശിയാകാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു ചെറിയ നിമിഷമാണ്. ഈ നിമിഷം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ അവൻ നിങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. കാരണം അവന്റെ കാരുണ്യം എല്ലാറ്റിനേക്കാളും വിശാലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ഷെയറും ഒരാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കാരണമായേക്കാം. ഈ ആത്മീയ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ സന്തോഷം. ഇതുപോലുള്ള കൂടുതൽ ഖുർആനിക ചിന്തകൾക്കും മോട്ടിവേഷണൽ വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അല്ലാഹു നമ്മളെല്ലാവരെയും ആറാഫിൽ തടയപ്പെടാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.